പല്ലുകൾ പലതും നഷ്ടമായി, പല്ലുകൾ പലതും പൊങ്ങി, ചില പല്ലുകൾക്കിടയിൽ വിടവ്, ഇതെല്ലാമായി പ്രായമായ അനേകം പേര് നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉള്ള പേടി, ഇനി ഈ കുറ്റിയെല്ലാം എടുത്തു കളയേണ്ടി വരുമോ, പല്ലുകൾ പറിച്ചു കളയേണ്ടി വരുമോ, വേദനയായി നടക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് ഷുഗർ ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് പ്രഷറിൻ്റെ അസുഖമുണ്ട്, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ അസുഖമുണ്ട്, അപ്പോൾ അതിനു വേണ്ടിയുള്ള മരുന്ന് കഴിഞ്ഞ് ഈ മരുന്ന് നിർത്തേണ്ടി വരുമോ, മരുന്നിൻ്റെ കൂടെ മറ്റു മരുന്നുകൾ കഴിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകുമോ, ഇങ്ങനെയെല്ലാം ഓർത്ത് വാർദ്ധക്യത്തിൽ വിഷമിക്കുന്ന പലരുമുണ്ട്. പല്ല് ചവയ്ക്കാൻ ബുദ്ധിമുട്ട്, പല്ല് ചിരിക്കാൻ ബുദ്ധിമുട്ട്, പുറത്തിറങ്ങാൻ വിഷമം. കാരണം പല്ലിൻ്റെ വിടവും പല്ലിൻ്റെ ഇടയിലുള്ള പല്ല് പറിച്ചു കളഞ്ഞിരിക്കുന്നതെല്ലാം കാണുമ്പോൾ കൊച്ചുമക്കളൊക്കെ പറയും, അയ്യോ ചിരിക്കല്ലേ, ഇന്നടത്ത് വന്ന് കഴിഞ്ഞാൽ ഫോട്ടോയിൽ നിർത്തുമ്പോൾ ചിരിക്കാതെ നിൽക്കണം. ചിരിക്കാതെ നിന്ന് കഴിയുമ്പോൾ ആൾക്കാർ പറയുന്നു അത് സീരിയസ് ആയിട്ടാണ്, ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷമില്ലാത്ത മുഖമാണെന്ന് പറയുന്നു. പലരും പലയിടത്തും പോകുവാൻ മടിക്കുന്നു. ഇതെല്ലാം കൂട്ടുകാരുടെ അലൂമിനി മീറ്റിങ്ങിന് പോവില്ല, അതുപോലെ തന്നെ പുറത്തുള്ള പരിപാടികൾക്ക് പോകുന്നില്ല. റിട്ടയർ ചെയ്ത് വീട്ടിൽ സുഖമായിരിക്കേണ്ട കാലം, നന്നായി എൻജോയ് ചെയ്യേണ്ട കാലം വളരെയധികം വിഷമിക്കുന്ന അനേകം പേരുണ്ട്. ഇങ്ങനെയുള്ളവരുടെ പല്ലുകളെ കൃത്യസമയം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഇതൊക്കെ വരുന്നത് ഗൾഫിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് 2 മാസത്തേക്ക് പോകുമ്പോൾ അവിടെ പിള്ളേരെ ചുറ്റിക്കേണ്ടെന്ന് ഓർത്താണ് പല്ല് നന്നാക്കാൻ വരുന്നത്. അങ്ങനെയല്ല, അല്ലാതെ തന്നെ ഉള്ളവർക്ക് പോലും പല്ലുകളെ ഭംഗിയാക്കി നല്ല രീതിയിൽ ഭംഗിയാക്കാനുള്ള ചികിത്സാ രീതികൾ വന്നു. അതും കൃത്യമായ സമയം, 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച സമയം കൊണ്ട് തന്നെ പല്ലുകളെല്ലാം, പല്ലുകൾ നഷ്ടമായ പല്ലുകൾ വയ്ക്കുവാനും പല്ലുകളുടെ വിടവ് മാറ്റുവാനും പല്ലുകളുടെ പൊക്കം മാറ്റുവാനും എല്ലാം പറ്റുന്ന ചികിത്സാ രീതികൾ ഇന്ന് വന്നു കഴിഞ്ഞു. അതിൻ്റെ പേര് ഓറൽ റീഹാബിലിറ്റേഷൻ എന്നാണ്. പല്ലുകളെ നഷ്ടമായ പല്ലുകൾ വെച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് ഉണ്ടാകുന്ന പൊട്ടലുകൾ, ചുളുക്കുകൾ ഇതെല്ലാം മാറി കുറച്ചുകൂടി യുവത്വമുള്ള മുഖമായി, മുഖമൊക്കെ തുടുത്ത് നല്ല സുന്ദരിയായിട്ട് നടക്കാൻ പറ്റും, അല്ലെങ്കിൽ സുന്ദരനായിട്ട് നടക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടും. നമ്മുടെ മക്കൾ ദൂരദേശത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ പണിയൊക്കെ എടുത്ത് നിങ്ങളെ അവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നല്ല ഫോട്ടോ എടുക്കണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേടി കാരണം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കാരണം, പല്ലിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക, ചിരിക്കാൻ പറ്റാതെ വരിക, അവരുടെ ഫോട്ടോയിൽ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരിക എന്നെല്ലാം പറയുന്നത് മോശമല്ലേ? അതുകൊണ്ട് പല്ലുകളെ ഭംഗിയാക്കി എടുക്കുവാൻ ഒരു മടിയും വേണ്ട. പല്ലുകൾ പറിച്ചു കളയാതെ, പല്ലുകളെ എല്ലാം പറിച്ചു കളഞ്ഞ്, എല്ലാ പല്ലും പറിച്ചു കളഞ്ഞവർക്ക് വേണമെങ്കിൽ ഇംപ്ലാന്റ് ചെയ്ത് ശരിയാക്കി എടുക്കാം. അല്ലാത്തവർക്ക് പല്ലുകൾ പറിച്ചു കളയാതെ പല്ലുകളെ തന്നെ ശരിയാക്കി സ്വന്തം പല്ലുകളിൽ തന്നെ പിടിപ്പിക്കുന്ന, പല്ലുകളെ തന്നെ നിരയാക്കുന്ന, പല്ലുകളെ പൊക്കം താഴ്ത്തുന്ന, അതുപോലെ തന്നെ പല്ലുകളുടെ ഇളക്കം മാറ്റുന്ന ചികിത്സാ രീതികളെല്ലാം വന്നു കഴിഞ്ഞു. അതിന് അധികം സമയം വേണ്ട എന്നുള്ള പോലെ വളരെ എഫക്റ്റീവായിട്ട്, വളരെ കൃത്യതയോടുകൂടി സ്പീഡിൽ ചെയ്യാവുന്ന പല ചികിത്സാ രീതികളും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെല്ലാം ഉപയോഗിക്കുക, കൃത്യമായ പല്ലുകളെ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രായമായി എന്നോർത്ത് വിഷമിക്കാതിരിക്കുക. പ്രായമായാലും വിശപ്പുള്ളിടത്തോളം പല്ല് ചവയ്ക്കാനും ചിരിക്കാനും ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. പല്ലുകളുടെ ആരോഗ്യം നിങ്ങളുടെ ബാക്കിയുള്ള ആരോഗ്യത്തെയും ബാധിക്കുമെന്നറിയുക. അനാരോഗ്യം ഉണ്ടാകാതിരിക്കുക. ആരോഗ്യമുള്ള പല്ലുകൾ നിങ്ങളുടെ ആരോഗ്യമുള്ള ശരീരം വരും. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സും വരും. അതുകൊണ്ട് ഞാൻ പല്ലു ഡോക്ടർ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങളുടെ സംശയങ്ങളെ കമൻ്റായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റായിട്ടിടാനും ഒന്നും മറക്കരുത്. നിങ്ങളെല്ലാ ഫാമിലി ഗ്രൂപ്പിലും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും, അലൂമിനി ഗ്രൂപ്പിലും എല്ലാം ഇത് ഷെയർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അവർക്കും ഇത് പ്രയോജനകരമായി തീരട്ടെ. ഞാൻ പല്ലു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്.